സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്രൻ തന്ന ക്രിസ്തുയായി തീരട്ടെ. ഷോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള പ്രിയമക്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദ്യപാനിയായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെടുകയില്ല, ഞാൻ മാനസാന്തരപ്പെട്ട ആരും വിശ്വസിക്കുകയില്ല പിതാവേ, എൻ്റെ ഭാര്യയ്ക്ക് പോലും എൻ്റെ വിശ്വാസമില്ല. ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് കേട്ടിട്ട് എൻ്റെ വികാരിച്ചൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന്. ഒരുപക്ഷെ ഈ ഇങ്ങനെയുള്ള നിരാശയിൽ കഴിയുന്ന ധാരാളം പേരുണ്ട്. പാപികൾക്ക് മാനസാന്തരം അസാധ്യമാണെന്നുള്ള ചിന്ത, രോഗങ്ങളിൽ നിന്ന് വിടുതൽ അസാധ്യമാണെന്നുള്ള ചിന്ത, നിങ്ങളുടെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം അസാധ്യമാണെന്നുള്ള ചിന്ത, അത് പൈശാചികമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ കൃപ പ്രത്യാശയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. ലേവി ചുങ്കക്കാരനായിരുന്നു. അവൻ ചുങ്കസ്ഥലം ഉപേക്ഷിച്ച് കർത്താവിന്റെ പിറകെ പോയി. അവൻ കർത്താവിന് വിരുന്നൊരുക്കിയപ്പോഴും ആ വിരുന്നിൽ കർത്താവ് പങ്കെടുത്തുന്നതിനെ അപഹസിച്ചുകൊണ്ട് ചില ചോദ്യം ചെയ്തു. കർത്താവ് അതിന് കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. സുവിശേഷത്തിന്റെ കാതൽ അവിടെയുണ്ട്. ഞാൻ വന്നത് ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. എന്നെ കേൾക്കുന്ന രോഗികളായ, ആത്മീയമായ രോഗം പിടിപെട്ടവര്, ശാരീരികമായ രോഗം പിടിപെട്ടവര്, സാമൂഹികമായിട്ടുള്ള തിന്മകളുടെ രോഗം പിടിപെട്ടവര്, എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകട്ടെ. കർത്താവ് കാത്തിരിക്കുന്നത് നിങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളുടെ നടുവിലൂടെ കർത്താവ് കടന്നു വരുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകളെ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിന്റെ മക്കളോട് നീ കരുണ കാണിക്കണമേ. നിന്റെ മക്കളെ നിന്റെ നാമത്തിലെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഞാൻ അവർക്ക് വേണ്ടി നൽകുന്ന ഈ പ്രാർത്ഥന നീ പിതാവിന്റെ പക്കലെ സമർപ്പിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമേ. കർത്താവിന്റെ വലിയ കൃപയും പിതാവിന്റെ അവസാനിക്കാത്ത സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ പന്തക്കുസ്തായുടെ അഭിഷേകവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും നിങ്ങളുടെ സർവ്വ പ്രതിസന്ധികളോടും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പുതിയ പെന്തക്കോസ്ത് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഈ ശുശ്രൂഷ വഴി പരസ്പരം കണ്ടുമുട്ടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നൽകുന്ന അവസരത്തിനായി നമുക്കൊരുമിച്ച് നന്ദി പറയാം. 27-ാം സങ്കീർത്തനം 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവ് എന്നെ കൈക്കൊള്ളും. എന്തുമാത്രം പ്രത്യാശ നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണിത്. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരുങ്ങാം. നമ്മെ കരം പിടിച്ച് നടത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായും അനുഭവിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആനന്ദമുള്ളവരായി ഹൃദയം തുറന്ന് കർത്താവിനെ പാടി ആരാധിക്കാം. എല്ലാ മക്കളും ശക്തിയോടെ കർത്താവിന്റെ നാമത്തെ വിളിക്കട്ടെ. സന്തോഷത്തോടെ സന്തോഷത്തോടെ ചേർന്ന് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരു
കരുതുന്നവൻ, എല്ലാവരും സ്വരമുയർത്തി പാടിയേ. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ച് എന്നെ കൈവിടാത്തവൻ, ഏത് തകർച്ചകളിലും ഏത് വേദനകളിലും യേശുവൻ കരങ്ങൾ കൂടെ. ശക്തിയോട് ഉയർത്തിയടിച്ച്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ എല്ലാം മറന്ന് പാടി ആരാധിക്കട്ടെ. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. യേശുവേ, എന്തിനെന്ന് അഭിഷേകം ചെയ്യണമേ, അനേകായിരങ്ങൾ അഭിഷേകം ചെയ്യണമേ. എല്ലാം മറന്ന് പാടി ആരാധിക്കും മക്കളെ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഒരിക്കൽ കൂടെ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ആ അഭിഷേകത്തോടെ പാടിയേ. കുഞ്ഞുങ്ങളും മാതാപിതാക്കളും കുടുംബം മുഴുവൻ അഭിഷേകത്തിൽ നിറഞ്ഞ് എല്ലാ സമർപ്പിതരും ചേർന്ന് പാടുന്നു. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഒരിക്കൽ കൂടെ എല്ലാവരും. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരാതിയില്ലാത്ത പരിഭവമില്ലാത്ത വിശ്വാസത്തിന്റെ അഭിഷേകത്തെ നമ്മൾ നിറയാൻ, പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ, വെല്ലുവിളികളിൽ, തകർച്ചകളിൽ നമ്മളെ കരം പിടിച്ച് നടത്തുന്ന കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച് കരമുയർത്തി സ്വരമുയർത്തി യേശുവിനെ വിളിക്കുക മക്കളെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്റെ കർത്താവ് എന്നെ കരുതും, എന്റെ കർത്താവ് എന്നെ വഴി നടത്തും. ഈ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അമ്മാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ അഭിഷേകത്തിന് കരങ്ങൾ നീട്ടണമേ. വേദനിച്ചിരിക്കുന്ന ഒരുപാട് മക്കൾ ഈ സ്തുതി ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തകർന്നു പോയവരെ സാമ്പത്തികമായി, ആരോഗ്യപരമായി, മാനസികമായി, ശുശ്രൂഷപരമായി, ആത്മീയമായി തകർന്നിരിക്കുന്ന അനേകരെ കർത്താവ് കാണുന്നു. യേശുവിനെ വിളിക്കുക മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരങ്ങളിലേക്ക് അങ്ങ് വരണമേ. അവിടുത്തെ 10,000ങ്ങളിലേക്ക് വരണമേ. അവിടുത്തെ ജനകോടികളിലേക്ക് വരണമേ. Come Lord, come Jesus. വിളിക്കുക മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അനേകരുടെ കണ്ണുനീര് കർത്താവ് തുടച്ചുകൊണ്ടിരിക്കുക. സഹോദര സഹോദരി, നിലവിളിച്ചു പ്രാർത്ഥിക്ക്, ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിക്ക്. നുറുകിയ ഹൃദയത്തോടെ നിന്റെ വേദനകള്, നിന്റെ രോഗങ്ങള്, നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങള്, പ്രതിബന്ധങ്ങള്, അസാധ്യതകള് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരിക്കൽ കൂടെ കരമുയർത്തി ആത്മാവിനെ വിളിക്കേ. പരിശുദ്ധാത്മാവേ, വരിക, 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 വരിക. ആകുലതകള്, ഉത്കണ്ഠകള് എടുത്തു മാറ്റി ദൈവസ്നേഹത്തിന്റെ തീപ്പൊരി ഞങ്ങളിൽ കത്തി പടരുവാൻ ഞങ്ങളിൽ വന്ന് നിറയുക പരിശുദ്ധാത്മാവേ. Feel Holy Spirit, feel Holy Spirit, yes, yes Holy Spirit. കെട്ടുകൾ പൊട്ടുന്നു, കണ്ണുകൾ അറിയുന്നു, മുഖങ്ങൾ ഒടിയുന്നു, രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഭാപിതാവേ, ഈ ശുശ്രൂഷയിൽ വിവിധ നിയോഗങ്ങളുമായി കടന്നുവന്ന് പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളുടെ മേൽ കരങ്ങൾ നീട്ടി നമ്മുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവവചനത്തിനായി ഞങ്ങൾ ഹൃദയങ്ങളെ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, വചനത്തിന് ലോകത്തിന് പ്രദാനം ചെയ്തവളെ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്കായി ഞങ്ങൾക്കായി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്ന സന്ദേശം കരുതുന്ന കർത്താവിനെ കുറിച്ചാണ്. ലൂക്കാസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു:
നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. ഈ വചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ ഓരോ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട, ആകുലചിത്തരാകേണ്ട. പ്രവാചകനായ ഏലിയായുടെ ജീവിതത്തിലൂടെയാണ് ഈ സന്ദേശം നമ്മെ ഓരോരുത്തരെയും കർത്താവ് പഠിപ്പിക്കാനായി ആഗ്രഹിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. കർത്താവ് ഏലിയായോട് പറഞ്ഞു, ഏലിയ, നീ പുറപ്പെട്ട് ജോർദാന് അരികെയുള്ള കെറീത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിക്കുക. അവിടെ ഒളിച്ച് താമസിക്കുക. കെറീത്ത് നീർച്ചാലിനരികെ. എന്തുകൊണ്ട് ദൈവം ഏലിയായോട് ഇപ്രകാരം പറഞ്ഞത്? രാജ്യം മുഴുവൻ കടുത്ത ക്ഷാമമാണ്. എന്നാൽ ഈ കടുത്ത ക്ഷാമത്തിന്റെ നാളുകളിൽ ഏലി എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു കൊടുക്കുകയാ. 4-ാം വചനത്തിൽ പറയാണ്, അരുവിയിൽ നിന്ന് നിനക്ക് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട്. കാക്ക എന്ന പക്ഷിയുടെ പ്രത്യേകത, അതൊന്നും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നൊരു പക്ഷിയല്ല, ഉള്ളത് തട്ടിപ്പറച്ചു കൊണ്ടുപോകുന്ന പക്ഷിയാ. ഇങ്ങനെയുള്ളൊരു പക്ഷിയിലൂടെ വരെ തന്റെ മക്കളെ പോറ്റി പുലർത്തുവാൻ, കരുതുവാൻ കർത്താവ് മതിയായവനാണെന്നുള്ള വലിയ തിരിച്ചറിവ് ദൈവം തന്റെ പ്രവാചകനായ ഏലിയായ്ക്ക് കൊടുക്കുകയാ. മാത്രമല്ല, അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അന്ന് അപ്പവും രാജ്യം കടുത്ത ക്ഷാമത്തിലാണ്, വലിയ വരൾച്ചയിലാണ്. എല്ലാ സ്ഥലത്തും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഞെരുക്കവും നടമാടുകയാണ്. ഈ സമയത്ത് സമൃദ്ധിയായ അപ്പം ആഹാബിന്റെ കൊട്ടാരത്തിലേ ഉള്ളൂ. ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഈ അപ്പം കൊത്തിക്കൊണ്ടുവരണമെങ്കിൽ അത് കാക്കയ്ക്ക് കഴിയൂ. എന്ന് പറഞ്ഞാൽ നിന്റെ ശത്രുവിലൂടെ നിന്നെ ഞെരുക്കുന്ന, നിന്നെ ഉപദ്രവിക്കുന്ന, നിന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്ന, നിന്റെ നാശം മാത്രം കൊതിക്കുന്ന വ്യക്തികളിലൂടെ വരെ നിന്നെ കരുതുവാൻ, പരിപാലിക്കാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, വളർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇവിടെ ഏലി എന്താ ചെയ്തേ? 5-ാം വചനത്തിൽ പറയാണ്, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഏലിയ പുറപ്പെട്ടു. അവൻ കെറീത്ത് നീർച്ചാലിനരികെ ഒളിച്ചു താമസിക്കുക. വചനം പറയുകയാണ് 6-ാം വചനത്തിൽ, കാക്കകൾ അവനെ കാലത്തും വൈകിട്ടും അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. തന്റെ പ്രവാചകനെ കർത്താവ് പരിപാലിക്കുകയാണ്. എന്നാൽ 7-ാം വചനത്തിൽ പറയുന്നു, നാളുകൾ കഴിഞ്ഞു, മഴ പെയ്യാത്തത് കൊണ്ട് അരുവിയിലെ വെള്ളം വറ്റിപ്പോയി. അരുവിയിലെ വെള്ളം വറ്റിപ്പോയി. പ്രിയ ദൈവമക്കളെ, ഇന്ന് അനേകരുടെ ജീവിതം ഈ ഒരു അവസ്ഥയിലാണ്. വറ്റിപ്പോയ അവസ്ഥ. സാമ്പത്തികമായി വറ്റിപ്പോയി, ആരോഗ്യവും വറ്റിപ്പോയി, സന്തോഷമില്ല, എല്ലാവിധത്തിലും ശൂന്യതകൾ അനുഭവിക്കുന്ന, ജീവിതത്തിൽ മരവിപ്പ് നേരിടുന്ന വറ്റിപ്പോയ അവസ്ഥകള്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന്? ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പറയാണ്, ഒരു വഴി നിന്റെ മുൻപിൽ അടഞ്ഞാൽ അപ്പുറത്ത് 2 വഴികൾ നിനക്ക് വേണ്ടി കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ട്. ഒന്ന് തുറക്കാതെ ഉള്ളത് വറ്റിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വറ്റിപ്പോയപ്പോ കാക്കകളുടെ വരവ് നനച്ചു, അപ്പം കിട്ടുന്നില്ല. ഏലിയ എന്താ ചിന്തിച്ചേ? ദൈവത്തിന്റെ കരുതലിൽ അവൻ സംശയിച്ചില്ല. ദൈവം പറഞ്ഞു, ഏലിയ, നീ സീദോനിലുള്ള സെറാഫാത്തിലെ വിധവയുടെ അരികിലോട്ട് പോവുക. ആ വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയുള്ള ആഹാരം തരുവാൻ. കർത്താവിന്റെ സ്വരം കേട്ട് ഏലിയ അവൻ സീദോനിലുള്ള സെറാഫാത്തിലോട്ട് പോവുകയാണ്. 10-ാം വചനത്തിൽ പറയാണ്, പട്ടണ കവാടത്തിനടുത്ത് ആ വിധവ കുറച്ച് ചുള്ളി കമ്പുകൾ വിറക് ശേഖരിക്കുകയായിരുന്നു. അവളെ കണ്ട മാത്രം ഏലിയ പറഞ്ഞു, നീ ഒരു പാത്രം വെള്ളവും കുറച്ച് അപ്പക്കഷ്ണവും എനിക്ക് വേണ്ടി കൊണ്ടുവരിക. ഏലിയ അത് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ വിധവ അതിന് മറുപടി കൊടുക്കുകയാണ്. 12-ാം വചനത്തിൽ അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണ്, എന്റെ കയ്യിൽ അപ്പമില്ല. അത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന, തകർന്നിരിക്കുന്ന ഒരു ഭവനത്തിലോട്ടാണ് ദൈവം തന്റെ പ്രവാചകനെ വിട്ടത്. ആകെയുള്ളത് കലത്തിൽ അല്പം മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. അവൾ പറഞ്ഞു, ഞാൻ 2 ചുള്ളി വിറക് പുറക്കുകയാണ്, ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എന്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും.
ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭവനത്തിലോട്ടാണ് ദൈവം പ്രവാചകനായ ഏലിയായെ വിട്ടത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ട് കോടീശ്വരന്മാരെ വീട്ടിലോട്ട് വിട്ടില്ല? എന്തുകൊണ്ട് സെറാഫ്തിലെ ലക്ഷപ്രഭുക്കന്മാരുടെ വീട്ടിലോട്ട് ദൈവം വിട്ടില്ല? തകർന്നിരിക്കുന്ന, ദാരിദ്ര്യം അനുഭവിച്ച്, ക്ഷാമം അനുഭവിച്ച്, ഇനി ജീവിക്കേണ്ട, പ്രത്യാശ നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ ഏതാനും സെക്കൻഡുകളുള്ളൂ. അങ്ങനെയുള്ളൊരു ഭവനത്തിലോട്ട് ദൈവം പ്രവാചകനെ വിടുകയും എന്തിനാ? ആ കുടുംബത്തിനെ ദൈവത്തിന്റെ സ്നേഹം കാണിച്ചു കൊടുക്കാൻ, ആ തകർന്നിരിക്കുന്ന കുടുംബത്തിനെ കർത്താവിന്റെ കരുതലിന്റെ ശക്തി തെളിയിച്ചു കൊടുക്കാൻ ദൈവം വിടുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തൊടുപുഴയിൽ നിന്ന് തൃശ്ശൂരിലോട്ട്, എന്റെ വീട്ടിലോട്ട്, കരുമത്ര എന്ന സ്ഥലത്താണ് എന്റെ ഭവനം. ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യാൻ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഞാൻ അപ്പോഴാണ് പോക്കറ്റിൽ പേഴ്സ് നോക്കുന്നത്. പേഴ്സ് കാണുന്നില്ല. എന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അന്നയും ഒപ്പം ഉണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, ഈ പേഴ്സ് കർത്താവ് നമുക്ക് തന്നാൽ കൂടുതൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമ്പത്ത് നൽകുവാൻ സാധിക്കും. ഇത് ദൈവസ്വരമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, അന്ന നീ എന്താ അങ്ങനെ പറയണേ? ഇതെല്ലാം കർത്താവ് തന്നതാ. തീർച്ചയായും ആ പേഴ്സിന്റെ ഉള്ളിൽ കുറച്ച് ദശാംശം നൽകാനുള്ള രൂപയാണ് ഇരിക്കുന്നത്. ഒരു പോക്കറ്റ് ബൈബിളുമുണ്ട്. ടീമിലുള്ള ഒരു വ്യക്തിയുടെ ഫോൺ നമ്പറുണ്ട്. ഇത് 3 കോണ്ടാക്ട് ചെയ്യാൻ വേറെ ഒരു മാർഗവുമില്ല. ആകെ ഒരേ ഒരു ഫോൺ നമ്പറാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വീട്ടിലോട്ട് വരികയാണ്. ഈ പേഴ്സ് ഒരു വ്യക്തിക്ക് കിട്ടി. ഇത്രയും കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ട് ഈ നഷ്ടപ്പെട്ട പേഴ്സ് കിട്ടിയത് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള 4 കിലോമീറ്റർ അകലെയുള്ള ഒരു വ്യക്തിക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം തന്നെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നു. ആ ഭവനത്തിലുള്ള വ്യക്തികൾക്ക് എന്നെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ വളരെ തകർന്നിരിക്കുകയാണ്, ഞങ്ങൾ ബിസിനസ് എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്, ജീവിക്കാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ പോകുന്ന വാഹനം എന്തോ വസ്തുവിന്റെ മുകളിൽ കയറി ഇറങ്ങുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ വാഹനം നിർത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പേഴ്സ് കിടക്കണ കണ്ടു. ആ പേഴ്സിലാണെങ്കിൽ കുറച്ച് രൂപയുമുണ്ട്. ഞങ്ങൾക്ക് ആ സമയം വലിയ സന്തോഷമായി. കുറച്ചൊക്കെ സാമ്പത്തിക വിഷയങ്ങളൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. ഇത് പങ്കുവെച്ച് അവരവരുടെ വേദനകൾ പറയുകയാണ്. അവരെന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദര, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ദൈവമക്കളെ, അവിടെ തകർന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാനും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മെ കരുതുന്ന കർത്താവിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആ ജീവിത ദർശനം അവരുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകാനും കർത്താവിനെ ഉപയോഗിച്ചു. ദൈവമക്കൾ, അത്ഭുതകരമായി ആ വചനത്തിലൂടെ ആ കുടുംബം ആത്മഹത്യയിൽ നിന്ന് പിന്മാറി. ഞാൻ സന്തോഷത്തോടെ അതിലുള്ള കുറച്ച് പൈസ അവർക്ക് നൽകി. ദൈവമക്കളെ, അവർ വലിയൊരു ആനന്ദത്തിലോട്ടായി. ഇന്ന് ആ ബിസിനസ് മേഖലകളിലെല്ലാം അത്ഭുതകരമായി കർത്താവ് ഇടപെട്ടു. സാമാന്യം നല്ലൊരു രീതിയിൽ അവരിന്ന് ജീവിക്കുകയാണ്. ഒരു വ്യക്തിയെ രക്ഷിക്കാൻ കർത്താവിന് പല കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. 1000 പങ്കെടുക്കുന്ന ഒരു ബൈബിൾ കൺവെൻഷൻ ചിലപ്പോൾ അറേഞ്ച് ചെയ്യും ഒരു വ്യക്തിയെ രക്ഷിക്കാൻ. കാരണം ഒരു മനുഷ്യന്റെ ആത്മാവ് ഈ ലോകം മുഴുവനേക്കാളും വിലപ്പെട്ടതാണ്. ദൈവമക്കൾ, അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട വിധവയുടെ വീട്ടിലോട്ട് ദൈവം തന്റെ പ്രവാചകനായ ഏലിയായെ വിട്ടത്. ഏലി അവളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ അനുസരിക്ക്, ഇത് കർത്താവിന്റെ വാക്കുകളാണ്. പ്രവാചകന്റെ സ്വരം കേട്ട് അവൾ അവിടെ ചെന്ന് ആ ചുള്ളിവിറക് കൊണ്ട് അടുപ്പ് കത്തിച്ച് അല്പം ആ മാവും എണ്ണയും എടുത്ത് നല്ല ചൂടുള്ള അപ്പമുണ്ടാക്കി പ്രവാചകന് കൊടുത്തു. ദൈവത്തിന്റെ വചനം പറയുന്നു 15-ാം തിരുവചനത്തിൽ, അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസങ്ങൾ ഭക്ഷണം കഴിച്ചു. രാജ്യം മുഴുവൻ കടുത്ത ശാപത്തിന്റെ പിടിയിൽ, ഞെരുക്കത്തിന്റെ പിടിയിലായിരിക്കുമ്പോൾ ദൈവം തന്നെ പ്രവാചകനായ ഏലിയായുടെ ആ കുടുംബത്തെ കരുതുകയാണ്, ആ കുടുംബത്തെ സംരക്ഷിക്കുകയാണ്. അവിടെ 16-ാം വചനത്തിൽ പറയുകയാണ്, ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. കെറീത്ത് നീർച്ചാലിലെ ആ ഉറവ വറ്റിപ്പോയപ്പോൾ
സെറാഫാത്തിലെ ആ പാവപ്പെട്ട വിധവയുടെ വീട്ടിലുള്ള ആ കലത്തിലും ഭരണിയിലും കർത്താവ് ഓരോ ഉറവ തുറന്നു. ഒരു ഉറവ പറ്റിയപ്പോൾ 2 പുതിയ ഉറവകൾ കർത്താവ് തുറന്നു. ഏലിയായിലൂടെ ആ പാവപ്പെട്ട വിധവയെയും അവളുടെ കുടുംബത്തെയും ദൈവം കരുതിയതുപോലെ ഇന്ന് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും തൊഴിൽ മേഖലകളെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സമസ്ത ജീവിത മണ്ഡലങ്ങളെയും കരുതുവാൻ കഴിയുന്ന സാധിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു. പ്രിയ ദൈവമക്കളെ, ഈ വലിയ ബോധ്യത്തോടെ തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ കർത്താവിന്റെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.